എന്ന സമ്മേളനത്തിൻ്റെ മുമ്പിൽ ഒരു വാക്ക് സംസാരിക്കുവാനായിട്ടുള്ള പേര് തന്ന MA ലൈഫിന് ആദ്യമായി തന്നെ എൻ്റെ അഭിവാദ്യങ്ങൾ. നമുക്കറിയാം, എൻ്റെ പിന്നിൽ നിൽക്കുന്ന ലേഡിയുടെ നേതാക്കളും വർഷങ്ങളായി അഹോരാത്രം പണിയെടുത്ത് സർക്കാരിൻ്റെ മുമ്പിൽ കിട്ടുന്ന നിവേദനത്തിൻ്റെ ഫലമായി ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പണിയെടുത്തതിൻ്റെ ഫലമായി ആഗോളതലത്തിലെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മുടെ കേരള സംസ്ഥാനം ഒരു മാതൃകയായിക്കൊണ്ട് കൃത്യമായ നിയമവലിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇന്ന് യഥേഷ്ടം സന്തോഷത്തോടും അഭിമാനത്തോടുകൂടി ഭയമില്ലാതെ ഈ വേദിയിലേക്ക് കടന്നു വരുവാനായിട്ട് അവസരമൊരുക്കിയ എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇൻപുട്സ് കിട്ടിയാൽ മാത്രമേ പോലീസ് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 2010 ഫെബ്രുവരി മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു 5000 പേരെ ക്ഷണിച്ചതാണ്. അവിടെയും 10,000-കണക്കിന് ആൾക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നു, എനിക്ക് ഈ കോളേജിലെ കപ്പാസിറ്റി അനുസരിച്ച് നിൽക്കുന്നതിന് അപ്പുറത്ത് ആൾക്കാർ അടിച്ചുപിടിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഈ പ്രസ്ഥാനം നമ്മൾ നെഞ്ചിലേറ്റതാണ്, സമൂഹം നെഞ്ചിലേറ്റതാണ്. ഇത് നിയമപരമായി പ്രവർത്തിക്കാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തിലും 2021 കോവിഡ് സമയത്തൊക്കെ ജനങ്ങൾ ഭയന്ന് പറഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ പോലും ആ സമയത്ത് പോലും ഫീൽഡിലിറങ്ങി സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ജനോധീനം കാണിച്ച ഡയറക്ഷൻ ലെഗ് ഇൻഡസ്ട്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. രാജ്യം എത്രമാത്രം പ്രതികൾ ഡയറക്ഷൻ കടന്നുപോയാലും ഡ്രോൺ ക്യാമറ വന്നത് ഞാൻ ഭയന്നു. ഒരാഴ്ച മുമ്പ് നമ്മളുടെ ക്യാമറ അതിർത്തികളിൽ ക്യാമറ എല്ലാവരും എന്തായിരുന്നു യുദ്ധഭീതിയായിരുന്നു. ഒരേ സ്ഥലത്ത് ഐക്യവാക്കി ചർച്ചിക്കേണ്ട ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ആ ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചത്. അതുപോലെ ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം മറന്ന് സർക്കാരിനോ അല്ലെങ്കിൽ സമൂഹമെന്നോ പാർട്ടിയൊന്നോ ഇല്ലാതെ ഐക്യവേദിയായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയെ വളർത്താനായിട്ട് യഥേഷ്ടം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വാക്കുകൾ നിൽക്കുന്നു. നമസ്കാരം. And this is what we call our expert. This is how it goes. So moving on to our next chief guest. Next, we'll move on to one or two listeners. എൻ്റെ സുഹൃത്തുക്കൾ, വ്യക്തിപരമായി ഞാൻ ഈ ഫീൽഡ് ഒരിക്കലും അനുഭവിക്കാത്തതാണ്. പക്ഷേ ഇന്ന് വ്യക്തിപരമായി ഏറ്റവും സന്തോഷിക്കുന്നത്, അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ലോകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല പുഷ്പിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പോലും വ്യക്തതയില്ലാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മൾട്ടി ലെവൽ മേഖല മുഴുവൻ, മാർക്കറ്റിംഗ് മേഖല മുഴുവൻ ഒരു ദിനം ഇവിടെ നിഷേധിക്കപ്പെട്ടു, നിരോധിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് 2 പേര് വന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് അവർ കോഴിക്കോടുകാരായിരുന്നു. പക്ഷെ അവർ വന്നത്, അവർ തിരുവനന്തപുരം മുഴുവൻ ഇത് തകർത്തതിനെതിരെ കേസിൽപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചു. പല വഴികളിലും സഞ്ചരിച്ചു. ആരും സഹായിക്കാനുണ്ടായില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, പോയി കാണണം. എൻ്റെ അടുത്ത് അവർ വന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ അന്നത്തെ അന്തസത്തയ്ക്ക് വ്യക്തിപരമായി ഏറ്റവും അധികം എതിരായി നിന്ന ഞാൻ എന്ന വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഈ കേരളത്തിൽ 10,000-കണക്കിന് ചെറുപ്പക്കാരെ, വിശിഷ്യ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കേസിൽപ്പെട്ട് കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ താങ്ങാൻ കഴിയില്ല എന്ന ഒരു ധാരണ കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന AITC-യുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിനെ വിളിച്ചു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക.
അടുത്ത കമ്മിറ്റി ഇതിന് ധാരണയായി. അങ്ങനെയാണ് ലോകത്താദ്യമായി ഈ മേഖലയിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം 2011 ഒക്ടോബർ 19 കോഴിക്കോട് വെച്ച് ചേർന്നു. ഒരുപാട് പ്രതിസന്ധികളെ അന്ന് നേരിടേണ്ടി വന്നു. ചന്ദ്രശേഖരൻ ഇവിടെ പറഞ്ഞു, നിരവധി പോലീസ് ആ മുഖാമുഖം നിന്ന് പോരാടി അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് പോലീസിനെ ഓരോ സ്ഥലത്തു നിന്നും അടിച്ചോടിച്ചു, അവരെ പിന്തള്ളി ധൈര്യസമേതം മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഈ ജയം ഇതുപോലെ സാധിച്ചു. പാർലമെന്റ് മാർച്ച് അടക്കം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നേതാക്കന്മാർ മുഴുവൻ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ അന്ന് പാർലമെന്റ് മാർച്ച് നടത്തിയതാണ്. ഞാൻ ഒരു പേര് ഓർമ്മിക്കാതെ പോകുന്നത് ശരിയല്ലാതിരിക്കുന്നു. മിസ്റ്റർ അശോകൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ മൊത്തം ഈ മേഖലയിൽ ഒരു മാറ്റി നിർത്തലുമില്ലാതെ ഈ മേഖലയെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്താണ്. അതോടൊപ്പം ഒരു പേര് കൂടി പറയാതെ പോയ അനുഭവത്തിലാണ് മിസ്റ്റർ ചലപ്പതി. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകാൻ പോലെ ഇന്ന് നിങ്ങൾക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെടുമെന്നാണ്. അദ്ദേഹം ഈ മേഖലയ്ക്ക് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകാം ഈ നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വന്ന് ഏറ്റവും ശ്ലാഘിക്കേണ്ടതാണ്. ധൈര്യസമയം ഞങ്ങൾ ഒരുമിച്ച് തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. തീർച്ചയായും നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഈ ഒരു ഇൻഡസ്ട്രി ഇത്രയും അധികം മനസ്സിലാക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഈ ഒരു ഫാമിലിയുടെ ഭാഗം എന്ന പോലെ തന്നെ സംസാരിച്ചതിനും താങ്ക്സ് a lot, especially to the entire trade union as well. So Satish sir, thank you. Moving on, Suresh Pallat. Good evening. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഹാളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ 2 ഇരട്ടിയോളം ആളുകൾ പുറത്തുണ്ട് എന്നാണ് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഒട്ടനവധി സമര പോരാട്ടങ്ങളുടെ ഭാഗമായി തന്നെ